സംസ്ഥാനത്തെമ്പാടും മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. ഈ മഴ വലിയ ദുരന്തം ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നുമുണ്ട്. അത് യാത്രാ തടസ്സമായും അതുപോലെ തന്നെ വീടുകൾ ഇടിഞ്ഞും മറ്റും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിരവധി പേർ മരണപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിനൊപ്പം മധ്യ കേരളത്തിലും മഴ ശക്തമാകും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കോട്ടയത്തും മലപ്പുറത്തും ഓരോ മരണമുണ്ടായി. കോഴിക്കോട് നിന്ന് മേഘ ചേരുന്നു വിശദാംശങ്ങളുമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം മുതൽ കോഴിക്കോട് വരെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും മഴ കൂടുതൽ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലകളിലും നിരവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. നിരവധി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഒരു പക്ഷേ മഴ ഇതേ രീതിയിൽ തുടർന്നാൽ ഉണ്ടാകും. മാവൂർ പ്രദേശങ്ങളിൽ പല ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ആനക്കാംപൊയിൽ, അതിനൊപ്പം തന്നെ വിലങ്ങാട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെയും പലയിടങ്ങളിലും വെള്ളം കയറിയ സാഹചര്യം കൂടിയുണ്ട്. പ്രളയ സാധ്യതയൊക്കെ തന്നെയും മുൻപിൽ കണ്ടുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ചൈത്രവാഹിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പ്ലാച്ചിക്കര അട്ടക്കാട് പാലത്തിൽ വെള്ളം കയറി. കാസർഗോഡ് മലയോര മേഖലകളിലും മഴ ശക്തമാണ്. പരപ്പയിലും ക്ലായിക്കോടും താഴ്ന്ന പ്രദേശങ്ങളും കൃഷിയിടങ്ങളൊക്കെ തന്നെയും വെള്ളത്തിനടിയിലായി. കണ്ണൂരും വലിയ മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ നുച്ചാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വട്ട്യാംതോട് പാലം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ചപ്പാത്ത് പാലവും വെള്ളത്തിനടിയിലായി. കൂത്തുപറമ്പ് നീർവേലിയിൽ വീടുകളിൽ വെള്ളം കയറി 6 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പല ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മേഘയാണ് വിവരങ്ങൾ നൽകിയത്.